നമസ്കാരം, ന്യൂസ് ചാനൽസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്നതിൽ കേന്ദ്രവും സംസ്ഥാനവും ഒറ്റക്കെട്ടാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. കേരള ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സ്റ്റാഫ് അസോസിയേഷന്റെ 49ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പെൺകുട്ടികളോ ആൺകുട്ടികളോ എന്ന വേർതിരിവില്ലാതെ കുട്ടികൾക്ക് തുല്യ പരിഗണന നൽകണമെന്ന് ADM ആശാ C. എബ്രഹാം. ജനുവരി 24 ദേശീയ ബാലികാ ദിനാചരണ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. മക്കളോടൊപ്പം തകർത്ത് മത്സരിച്ച് രക്ഷിതാക്കൾ. പുത്തൻ അനുഭവമായി ആരോഗ്യ വായന പ്രശ്നോത്തരി മത്സരം. ആലപ്പുഴ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലായിരുന്നു മത്സരം സംഘടിപ്പിച്ചത്. കാണിക്കയിൽ നിന്ന് പണം മോഷ്ടിച്ച കോൺഗ്രസ് നേതാവിനെ സംരക്ഷിക്കുന്ന രമേശ് ചെന്നിത്തല MLA രാജിവെക്കണമെന്ന് DYFI ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ആലപ്പുഴ പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം ആവശ്യപ്പെട്ടത്. വാർത്തകൾ വിശദമായി. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്നതിൽ കേന്ദ്രവും സംസ്ഥാനവും ഒറ്റക്കെട്ടാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP അഭിപ്രായപ്പെട്ടു. കേരള ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സ്റ്റാഫ് അസോസിയേഷന്റെ 49ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു KC വേണുഗോപാൽ. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്നതിൽ കേന്ദ്രവും സംസ്ഥാനവും ഒറ്റക്കെട്ടാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP അഭിപ്രായപ്പെട്ടു. കേരള ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സ്റ്റാഫ് അസോസിയേഷൻ 49ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതം എന്ത് വികസനമാണ്? 100 രൂപയാണ് 100 രൂപയും കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തുകൊണ്ടിരുന്നത് 60 രൂപ. പഞ്ചായത്തുകളുടെ സ്വഭാവം, പഞ്ചായത്തുകൾ തീരുമാനിക്കണം ഏത് വർക്ക് ഏറ്റെടുക്കണം. പൊതുവായി ചെയ്യുന്നതിനനുസരിച്ച് എവിടെ ചെയ്യണം. നോട്ടിഫിക്കേഷൻ അധികാരം സെൻട്രൽ ഗവൺമെന്റ് നേരിടേണ്ടത്. അധികാരം കേന്ദ്രീകരണമാക്കി മാറ്റണം. കോൺട്രാക്ടർമാർക്ക് ഈ കൊച്ചു ഗ്രാമങ്ങളിലെ ഇത്തരം പ്രവർത്തികളിൽ കോൺട്രാക്ടർമാർ വൻ കോൺട്രാക്ടർ കോർപ്പറേറ്റ് കോൺട്രാക്ടർമാർക്ക് കടന്നുകാൻ അവസരം ഉണ്ടാക്കിക്കൊടുക്കുന്നു. സത്യത്തിൽ വരാൻ വേണ്ടി പോകുന്നത് നമ്മൾ ആലോചിച്ചിരുന്ന നമ്മുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ശാക്തീകരിച്ച് നമ്മുടെ ഗ്രാമജീവിതത്തെ പുഷ്ടിപ്പെടുത്തിയിരുന്ന ഈ മഹത്തരമായ പദ്ധതിയെ കൊല്ലുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാർ അധികാര വികേന്ദ്രീകരണത്തെ അധികാര കേന്ദ്രമാക്കി മാറ്റി. രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന പട്ടിണിപ്പാവങ്ങൾക്ക് ആശ്രയമായിരുന്ന ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും ഇപ്പോൾ അവർ വെള്ളം ചേർത്തു. രാജ്യത്തെ സാധാരണക്കാരെ സംരക്ഷിക്കുന്ന നയരൂപീകരണത്തിന് പകരം കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന തീരുമാനങ്ങളാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും KC വേണുഗോപാൽ MP പറഞ്ഞു. ആലപ്പുഴ കൊമ്മാടി അഞ്ജലി ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി OV ജയരാജ് അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് NA ജയകുമാർ യോഗത്തിന് സ്വാഗതം പറഞ്ഞു. സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി P കൃഷ്ണൻ, MM ജാഫർ ഖാൻ, K അബ്ദുൽ മജീദ്, N സുബ്രഹ്മണ്യൻ, നെറ്റോ അരീക്കൽ, തോമസ് ജോസഫ്, TA രാധാകൃഷ്ണൻ, M വസന്തൻ, KR മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടന യോഗത്തെ തുടർന്ന് പൊതു സർവീസും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിടുന്ന പ്രതിസന്ധിയും എന്ന വിഷയത്തിൽ സെമിനാറും സംഘടിപ്പിച്ചു. പെൺകുട്ടികളോ ആൺകുട്ടികളോ എന്ന വേർതിരിവില്ലാതെ കുട്ടികൾക്ക് തുല്യ പരിഗണന നൽകണമെന്ന് ADM ആശാ C. എബ്രഹാം പറഞ്ഞു. ദേശീയ ബാലികാ ദിനാചരണ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. ആലപ്പുഴ ജെൻഡർ പാർക്ക് ഹാളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. പെൺകുട്ടിയെന്നോ ആൺകുട്ടിയെന്നോ വേർതിരിവില്ലാതെ കുട്ടികൾക്ക് തുല്യ പരിഗണന നൽകണമെന്നും ഇത് വീടുകളിൽ നിന്ന് തന്നെ ആരംഭിക്കണമെന്നും അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ആശാ C. എബ്രഹാം അഭിപ്രായപ്പെട്ടു. അതിനുവേണ്ടി പെൺകുട്ടികൾക്ക് വേണ്ടി ഒക്കെയുള്ള ഓരോരോ ഇനിഷ്യേറ്റീവ്സ് എടുത്തും അവർക്ക് വേണ്ടുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഒക്കെ നോക്കി ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. അപ്പം നമ്മളുടെ കുട്ടികൾക്ക് നമ്മൾ പേരൻസും കൂടെ അതിൻ്റെ അകത്ത്, അതായത് പേരൻസിനാണ് ഒരു ക്ലാസ് തരേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഇരിക്കുന്ന കുട്ടികളോട് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. അവര് അത് മനസ്സിലാക്കി വരേണ്ടിയിരിക്കുന്നു. ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ ഓരോരോ പിടിവാശികളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾ ചോദിക്കുന്ന കാര്യങ്ങളോട് എടുത്തു കൊടുക്കുന്നു. നമ്മുടെ കുട്ടികൾ ഹോസ്റ്റലുകളിലാണ് താമസിക്കുന്നത്. അവിടെ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാൻ പറ്റുന്നില്ല. കുട്ടികളെ നമുക്ക് വഴക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പൊ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസവും നല്ല ബോധവും കൊടുത്താൽ മാത്രമേ ഇനിയുള്ള കാലഘട്ടത്തിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം ഈ ഇരിക്കുന്ന നമ്മുടെ എല്ലാ ബാലികമാർക്കും ഇന്നത്തെ ആദ്യമേ തന്നെ ഞാൻ
വനിതാ ശിശു വികസന വകുപ്പും ജില്ലാ വനിതാ ശിശു വികസന ഓഫീസും ഡിസ്ട്രിക്ട് സങ്കൽപ് ഹബ് ഫോർ എംപവർമെന്റ് ഫോർ വിമൺ എന്നീ വകുപ്പുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ജനുവരി 24 ദേശീയ ബാലികാ ദിനാചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ADM. ആലപ്പുഴ ജെൻഡർ പാർക്ക് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ VS ഷിംന അധ്യക്ഷത വഹിച്ചു. ജില്ലാ വനിതാ ശിശു വികസന ഓഫീസ് ജൂനിയർ സൂപ്രണ്ട് P. ഷീബ, ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ ജിജി ജോൺ, വിമൻ പ്രൊട്ടക്ഷൻ ഓഫീസർ മായ S. പണിക്കർ, അമ്പലപ്പുഴ ICDS DDPO S. സുജാദേവി, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുൻ അംഗം T. ഗീത, ജില്ലാ വനിതാ ശിശു വികസന ഓഫീസ് സീനിയർ ക്ലർക്ക് M. രതീഷ്, DHEW ജില്ലാ കോർഡിനേറ്റർ സിജോയ് തോമസ് എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടന യോഗത്തെ തുടർന്ന് ജില്ലാതല കലാമത്സരങ്ങളിൽ ഹൈസ്കൂൾ വിഭാഗം വ്യക്തിഗത ഇനങ്ങളിൽ 1ാം സ്ഥാനമോ A ഗ്രേഡോ കരസ്ഥമാക്കിയ പെൺകുട്ടികളെയും ഉജ്ജ്വല ബാല്യം പുരസ്കാര ജേതാക്കളെയായ പെൺകുട്ടികളെയും അനുമോദിച്ചു. കുട്ടികളിലെ മാനസിക സമ്മർദ്ദം എങ്ങനെ ലഘൂകരിക്കാം എന്ന വിഷയത്തിൽ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഡോക്ടർ ഫിലിപ്പ് എബ്രഹാം ബോധവൽക്കരണ ക്ലാസ് നടത്തി. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയുടെ ഭാഗമായി പരിശീലനം നൽകുന്ന അമ്പലപ്പുഴ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളിലെ തായ്ക്കാണ്ടോ പ്രകടനവും മറ്റ് കലാപരിപാടികളും വേദിയിൽ അരങ്ങേറി. മക്കളോടൊപ്പം തകർത്ത് മത്സരിച്ച് രക്ഷിതാക്കൾ. പുത്തൻ അനുഭവമായി ആരോഗ്യ വായന പ്രശ്നോത്തരി മത്സരം. ആലപ്പുഴ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലായിരുന്നു മത്സരം സംഘടിപ്പിച്ചത്. UP വിഭാഗം വിദ്യാർത്ഥികൾ രക്ഷിതാക്കളോടൊപ്പം മത്സരിച്ച വായനാ പ്രശ്നോത്തരിയിൽ കടക്കരപ്പള്ളി ഗവൺമെന്റ് UP സ്കൂളിലെ S. ശരവണും അമ്മ A. ഇന്ദുകലയും ജേതാക്കളായി. സാധാരണ പ്രശ്നോത്തരി മത്സരങ്ങൾക്ക് മക്കൾ മത്സരിക്കുമ്പോൾ കാണികളായി മാത്രം സമയം കളയുന്ന രക്ഷിതാക്കളെ കൂടി മത്സരത്തിൽ പങ്കാളികളാക്കുന്നതോടൊപ്പം വായന പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജില്ലാ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് ജില്ലാ ലൈബ്രറി കൌൺസിലുമായി സഹകരിച്ച് വേറിട്ട ഈ മത്സരം സംഘടിപ്പിച്ചത്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച മഷിപ്പേനയിലേക്ക് മടങ്ങാം എന്ന പുസ്തകത്തിലെ ആരോഗ്യ ലേഖനങ്ങളെയും പകർച്ചവ്യാധി പ്രതിരോധത്തെയും ആസ്പദമാക്കിയായിരുന്നു മത്സരത്തിലെ ചോദ്യങ്ങൾ. ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി 22 കുട്ടികൾ അവരുടെ രക്ഷിതാക്കളോടൊപ്പം മത്സരത്തിൽ മാറ്റുരച്ചു. അമ്പലപ്പുഴ ശ്രീ സായി പബ്ലിക് സ്കൂളിലെ ശ്രീലക്ഷ്മി M, അച്ഛൻ K. മനോജ് കുമാർ എന്നിവർ 2ഉം, നീർക്കുന്നം ഗവൺമെന്റ് SDV UP സ്കൂളിലെ R. നിവേദിത, അച്ഛൻ S. രഞ്ജിത്ത് എന്നിവർ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. 1 മുതൽ 3 വരെ സ്ഥാനക്കാർക്ക് യഥാക്രമം 3000, 2000, 1000 രൂപ വീതം സമ്മാനമായി നൽകി. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് വിജയികൾക്കുള്ള സമ്മാനം ദാനം നിർവഹിച്ചു. ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ ഡോക്ടർ R. സേതുനാഥ് മത്സരം നയിച്ചു. ഡോക്ടർ ചിത്ര I, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ S. രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. NIN എന്ന് പറയുന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഒരു ദേശീയ ഗവേഷണ സ്ഥാപനമാണ്. അതിന്റെ മുന്നിൽ നിന്നെടുത്ത ഒരു ചിത്രമാണ് ഈ കാണുന്നത്. എന്താണ് NIN? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ എന്നുള്ളത് നമ്മളുടെ ഇന്ത്യയില് നമ്മളുടെ പോഷക ആഹാരത്തെ സംബന്ധിച്ചിട്ടുള്ള പഠനങ്ങൾ നടത്തുന്ന ഒരു ഗവേഷണ സ്ഥാപനമാണ്. ICMR ന്യൂഡൽഹിയിലെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ കീഴിൽ ഉള്ള അനേകം ഗവേഷണ സ്ഥാപനങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. നമുക്ക് അതുമായി ബന്ധപ്പെട്ട ചോദ്യം എന്താണെന്ന് നോക്കാം. തലയെടുപ്പോടെ നമ്മുടെ രാജ്യത്തെ വളരെ മികച്ച ഒരു സ്ഥാപനമാണ്. ഇതിന്റെ ചോദ്യം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷന്റെ ആസ്ഥാനം എവിടെയാണ് എന്നുള്ളതാണ്. ആ പുസ്തകത്തിൽ അതിനെപ്പറ്റി പറയുന്നുണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ NIN ആസ്ഥാനം എവിടെയാണ്? കാണിക്കയിൽ നിന്ന് പണം മോഷ്ടിച്ച കോൺഗ്രസ് നേതാവിനെ സംരക്ഷിക്കുന്ന രമേശ് ചെന്നിത്തല MLA രാജിവെക്കണമെന്ന് DYFI ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ആലപ്പുഴ പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം ആവശ്യപ്പെട്ടത്. കാണിക്കയിൽ നിന്ന് പണം മോഷ്ടിച്ച കോൺഗ്രസ് നേതാവിനെ സംരക്ഷിക്കുന്ന രമേശ് ചെന്നിത്തല MLA രാജിവെക്കണമെന്ന് DYFI ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ആലപ്പുഴ പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം ആവശ്യപ്പെട്ടത്. പ്രധാനമായും പത്രസമ്മേളനം വിളിച്ചത് ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കാണിക്ക വഞ്ചിയിൽ നിന്നുണ്ടായ പണം തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ്. കേരളത്തിൻ്റെ മുൻ ആഭ്യന്തരമന്ത്രിയും മുൻ പ്രതിപക്ഷ നേതാവ് ഹരിപ്പാട്ട് MLAയുമായിട്ടുള്ള ശ്രീ രമേശ് ചെന്നിത്തലയുടെ വിശ്വസ്തൻ സന്തത സഹചാരി രാകേഷ് കൃഷ്ണയാണ് ഈ തട്ടിപ്പിന് അല്ലെങ്കിൽ പണം മോഷ്ടിക്കുന്നതിന് നേതൃത്വം നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ 12 വർഷക്കാലമായി ഇദ്ദേഹം ജോലിയിലിരിക്കുകയാണ്.
ഈ 12 വർഷക്കാലവും പൂർണ്ണമായും ഈ അമ്പലത്തിൻ്റെ നോക്കി നടത്തിപ്പ് വിശ്വസ്തയോടെ ഇയാളെയാണ് ഏൽപ്പിച്ചിരുന്നത്. ഈ 12 വർഷക്കാലമായി ഇദ്ദേഹം അവിടെ വലിയ നിലയിലുള്ള തട്ടിപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ കാണിക്കയിൽ നിന്ന് പണം അപഹരിച്ച ദേവസ്വം വാച്ചറും ദേവസ്വം ബോർഡിലെ കോൺഗ്രസ് സംഘടനാ പ്രസിഡന്റുമായ രാകേഷ് കൃഷ്ണനെ സംരക്ഷിക്കുന്ന ഹരിപ്പാട് എംഎൽഎ രമേശ് ചെന്നിത്തല രാജിവെക്കണമെന്ന് ഡിവൈഎഫ്ഐ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ജെയിംസ് സാമുവൽ ആവശ്യപ്പെട്ടു. ആലപ്പുഴ പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ 20-നായിരുന്നു സംഭവം. മോഷണ വിവരം അസിസ്റ്റന്റ് കമ്മീഷണർ ഹരിപ്പാട് പോലീസിലും ദേവസ്വം ബോർഡിലും അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല രാകേഷിനെ സസ്പെൻഡ് ചെയ്യാൻ ദേവസ്വം ബോർഡ് അധികൃതർ സബ് ഗ്രൂപ്പ് ഓഫീസർക്ക് നിർദ്ദേശവും നൽകിയതായും ജെയിംസ് സാമുവൽ പറഞ്ഞു. ഇതിനിടെ രാകേഷിനെ സംരക്ഷിക്കാൻ പോലീസിലടക്കം ഇടപെടൽ നടത്തിയതായും ഡിവൈഎഫ്ഐ ഭാരവാഹികൾ ആരോപിച്ചു. ഡിവൈഎഫ്ഐ ജില്ലാ ഭാരവാഹികളായ അജ്മൽ ഹസൻ, അനീഷ് കുര്യൻ എന്നിവരും ജെയിംസ് സാമുവലിനൊപ്പം ഉണ്ടായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്നതിൽ കേന്ദ്രവും സംസ്ഥാനവും ഒറ്റക്കെട്ടാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. കേരള ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സ്റ്റാഫ് അസോസിയേഷന്റെ 49ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പെൺകുട്ടികളോ ആൺകുട്ടികളോ എന്ന വേർതിരിവില്ലാതെ കുട്ടികൾക്ക് തുല്യ പരിഗണന നൽകണമെന്ന് ADM ആശാ C. എബ്രഹാം. ജനുവരി 24 ദേശീയ ബാലികാ ദിനാചരണ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. മക്കളോടൊപ്പം തകർത്ത് മത്സരിച്ച് രക്ഷിതാക്കൾ. പുത്തൻ അനുഭവമായി ആരോഗ്യ വായന പ്രശ്നോത്തരി മത്സരം. ആലപ്പുഴ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലായിരുന്നു മത്സരം സംഘടിപ്പിച്ചത്. കാണിക്കയിൽ നിന്ന് പണം മോഷ്ടിച്ച കോൺഗ്രസ് നേതാവിനെ സംരക്ഷിക്കുന്ന രമേശ് ചെന്നിത്തല MLA രാജിവെക്കണമെന്ന് ഡിവൈഎഫ്ഐ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ആലപ്പുഴ പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.